എൻ്റെ പേര് അനു. ഞാൻ കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡിസംബർ 2023 നെറ്റ് ക്വാളിഫൈഡ് ആണ്. ഞാൻ PG ചെയ്തത് ഡിസ്റ്റൻസ് ആയിട്ടായിരുന്നു. PG കഴിഞ്ഞ പാട് ഞാനൊരു കോളേജിൽ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ സബ്ജക്റ്റിൽ എനിക്കൊരു ഹയർ ക്വാളിഫിക്കേഷൻ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് നെറ്റ് വേണമെന്ന് അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യണമെന്ന് തോന്നി തുടങ്ങിയത്. അന്ന് തൊട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഐഫറിലോട്ട് എത്തിയത്. ആക്ച്വലി ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്തിട്ടാണ് നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളൊരു പൊതുവേ PG എക്സാമിനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന മാതിരി ആയിരുന്നില്ല. കാരണം നമ്മുടെ ടൈമും എഫേർട്ടും കുറച്ചും കൂടി ഇതിലോട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലേ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ആക്ച്വലി ഇതെൻ്റെ ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ഓൾറെഡി ഞാൻ ജൂൺ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിന് എനിക്ക് നെറ്റ് നഷ്ടപ്പെടാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാൻസ് എനിക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ സമയത്ത് ജോബൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. എൻ്റെ ടൈം എനിക്ക് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു മാസം ഞാനൊരു 4 to 8 hours ഞാൻ സ്റ്റഡീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യായിരുന്നു. പിന്നെ ഗ്രാജുവലി ആ ടൈം ഞാൻ കുറച്ചായിട്ട് കൂട്ടാൻ തുടങ്ങി. ഒരു മാക്സിമം ഞാനൊരു 15 hours ഞാൻ ഈ ഒരു സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ലാസ്റ്റ് ചാൻസ് പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മാക്സിമം ടൈം കൂടുതലും ഞാൻ നൈറ്റ് ടൈം അതിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രി ഒരു 3 മണി വരെയൊക്കെ പഠിക്കുമായിരുന്നു. രാവിലെ എന്നെ സംബന്ധിച്ച് എനിക്ക് രാവിലേനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് നൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നൈറ്റ് ഞാൻ കൂടുതൽ എല്ലാ ടൈം മൊത്തം ഞാൻ സ്റ്റഡീസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. അതിൽ ഞാൻ ഹാപ്പിയാണ്. നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എൻ്റെ മെൻ്റൽ ഇഷ്യൂസിനൊക്കെ ഐഫർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെൻറ്റർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു മാസമൊക്കെ നല്ല കൂളായിട്ട് തന്നെ കിട്ടിയ മെറ്റീരിയൽസ് റെഫർ ചെയ്യുക, പിന്നെ ക്ലാസ്സസൊക്കെ കണ്ട് കൂളായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിലോട്ട് എത്തിയപ്പോൾ ലാസ്റ്റ് 1 month എന്ന് പറയുന്നത് ഭയങ്കര പ്രഷറായിരുന്നു. അതായത് കിട്ടുമോ ഇല്ലയോ അങ്ങനെയൊക്കെ എന്താ പറയുക, ഞാൻ ഇത്രയും സ്പെൻഡ് ചെയ്തിട്ട് ഇത്രയും ടൈമും എഫേർട്ടും സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. മാത്രമല്ല ആ ഒരു സമയത്ത് എനിക്ക് ജോബ് ഓഫേഴ്സും വരുമായിരുന്നു. ഫ്രണ്ട്സൊക്കെ ഇവിടെ വേക്കൻസി ഉണ്ട് നീ വരുന്നോ, കോളേജസിലൊക്കെ വേക്കൻസി ഉണ്ട് നീ വരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നോ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അയ്യോ നോ പറഞ്ഞിട്ട് എനിക്ക് ഇതവാ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് റിഗ്രറ്റ് ആവുമോ. പക്ഷെ അതിലൊക്കെ അപ്പുറം ഞാൻ ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയതും ഞാൻ ഇത്ര ഹാപ്പി ആയതും. പിന്നെ എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പം നമ്മൾ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും എനിക്കറിയാത്ത കുറച്ച് ഏരിയാസ്, സ്പെഷ്യലി മാത്സൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ടൈം വരെ എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഞാനൊരു ടൈമിൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഹിബ മാം നമ്മുടെ മെൻറ്ററായിരുന്നു. മാമായിട്ട് അത്ര വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അതായത് എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക എന്നുള്ള ഒരു ടൈപ്പായിരുന്നു ഞാൻ. പക്ഷേ ലാസ്റ്റിലോട്ട് എത്തിയ സമയത്ത് എനിക്ക് മെൻ്റൽ പ്രഷർ വന്നു. അപ്പം ഞാൻ മാമുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്തു. മാം കുറേ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാം എന്താ പറയുക, മാമിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഗിവ് അപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞു ഭയങ്കര ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ മിത്ര മാം നമ്മളെ കോണ്ടാക്ട് ചെയ്യും, കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, നിങ്ങൾ ഓക്കെ ആണോ, നമ്മൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെ സംബന്ധിച്ച് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. PGക്ക് പഠിക്കുന്ന ടൈമിലാണെങ്കിലും എനിക്ക് വേണ്ട സ്റ്റെപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് ജസ്റ്റ് പാസ്സാവുക എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് മാത്രമായിരുന്നു ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെയല്ലല്ലോ, നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രാ എഫേർട്ട് ഇടണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഐഫറിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ്, ഞാൻ ഈ പ്രോബ്ലം പേപ്പറിനൊക്കെ ഞാൻ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് കാണുക. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോസ് ചെയ്ത് നമ്മുടെ സൗകര്യത്തിന് നോട്ട്സൊക്കെ എഴുതി നമുക്ക് കാണാമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഡൗട്ട്സൊക്കെ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അവർ പറയും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാം, നമ്പറൊക്കെ തരും, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഭയങ്കര കംഫർട്ട് സോണിലായിരുന്നു. അതായത് ആ ഒരു സബ്ജക്റ്റിനെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടത്തോടെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. അതായത് നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ നെറ്റ് JRF ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു വലിയൊരു ഫാക്ടറാണ് മോക്ക് ടെസ്റ്റ്. നമ്മൾ എത്രത്തോളം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫെമിലിയർ ആവുകയാണ് ചെയ്യുന്നത്. ഐഫറിനെ സംബന്ധിച്ച് ഐഫർ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഡെയിലി നമുക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അത് മാത്രമല്ല നമുക്ക് വീക്ക്ലി വൺസ് നമുക്ക് മെഗാ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിരുന്നു. നമ്മൾ അതിനൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഡെഫിനറ്റ്ലി നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഞാൻ വിചാരിച്ചിരുന്നത് ലാസ്റ്റ് 1 month മൊത്തം മോക്ക് ടെസ്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ
അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ ഡെയിലി ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തത് വെച്ച് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നെറ്റ് എക്സാം എടുക്കാറായി ആ ഒരു ലാസ്റ്റ് 1 മന്ത് അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 30 days എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. അതായത് നമ്മൾ ഇത്രയും ചെയ്താൽ മതിയോ, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്, ഇനിയും കവർ ചെയ്യാനുണ്ടോ, ഓരോ മെറ്റീരിയൽസ് റെഫർ ചെയ്യുമ്പോഴും എക്സ്ട്രാ ഓരോന്നിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ ഞാനിത് റെഫർ ചെയ്തിട്ടില്ലല്ലോ, എനിക്കിനിയും ചെയ്യാനുണ്ടോ, ചില സബ്ജക്റ്റിനോട് മറന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ഡേ മൊത്തം ഞാൻ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്താലും തീരില്ലായിരുന്നു. ആക്ച്വലി കൊമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ വലിയൊരു സബ്ജക്റ്റാണ്. നമ്മൾ എത്ര സ്പെൻഡ് ചെയ്താലും അത് തീരില്ല. പക്ഷെ നമുക്കൊരു എക്സാം ബേസിൽ കുറേയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നല്ലാതെ മൊത്തമായിട്ടൊന്നും തീർക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ സ്മാർട്ട് സ്റ്റഡി വർക്കൗട്ട് ചെയ്താൽ നന്നായിരിക്കും. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് പറയാനൊക്കെ രസമാണ്, പക്ഷേ നമ്മൾ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട സാധനങ്ങളെ നമ്മൾ പെറുക്കിയെടുത്ത് പഠിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിച്ചതൊക്കെ വേസ്റ്റായി പോകും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. അതായത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ PYQ ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതിൽ ചോദിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുമ്പോൾ ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് വരുന്നത്, ഏതൊക്കെയാണ് നമ്മൾ ഇനി റെഫർ ചെയ്യാനുള്ളത്, ഏതൊക്കെ നമ്മൾ നോക്കേണ്ട, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ടെൻഷനാവുന്ന ആളാണ്. അപ്പം ആ ഒരു ടെൻഷനൊക്കെ ഈ സ്റ്റഡീസിനെ ബാധിക്കാതെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ടെൻഷൻ അടിക്കാനൊരു സമയം എനിക്ക് വേണമായിരുന്നു. അപ്പം ആ ഒരു നല്ല രസമാണ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ രാത്രി ഇരുന്ന് പഠിച്ചതും ഞാൻ റെഫർ ചെയ്ത മെറ്റീരിയൽസ്, എൻ്റെ നോട്ട്ബുക്സ്, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതായത് എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു നല്ല സന്തോഷമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം എന്നോട് ആരെങ്കിലുമൊക്കെ എങ്ങനെയാണ് നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ നിർത്തില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ റിസൾട്ടൊക്കെ എടുത്ത് ഞാൻ പിന്നെയും നോക്കും. അതൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ സന്തോഷമാണല്ലോ. നെറ്റ് ആസ്പിറൻസിന് എനിക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വർക്ക് ചെയ്യുക. അതായത് നമുക്ക് ആദ്യം തന്നെ ഇത് വേണമെന്നൊരു പാഷൻ ഉണ്ടായിരിക്കണം. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് PG കഴിഞ്ഞു എന്നാൽ പിന്നെ നെറ്റ് എഴുതാം, അങ്ങനെ ഒരു അപ്രോച്ചിൽ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പം നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടിക്കോണമെന്നില്ല. നമുക്കൊരിഷ്ടം വേണം. അതായത് ഈ ഒരു സംഭവം എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് വരണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ പഠിക്കുമ്പോഴും കിട്ടുമ്പോഴൊക്കെ ഭയങ്കര രസമാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. എന്താണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിത് പഠിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഒരുപാട് പേരുണ്ട്, എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെന്നോ, അല്ലെങ്കിൽ ജസ്റ്റ് നെറ്റ് എഴുതാൻ നെറ്റ് കിട്ടുക, അതിലപ്പുറം ഇതുകൊണ്ടുള്ള ആവശ്യം എന്താണെന്നോ, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് എൻ്റെ കൂടെ എക്സാമിന് എഴുതാനിരുന്ന എൻ്റെ തൊട്ടടുത്തിരുന്ന കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അവൾക്ക് അറിയില്ല ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ലാന്ന് അവൾക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 15 ക്വസ്റ്റ്യനോളം സ്കിപ്പ് ചെയ്തെന്ന് ആ കുട്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇത്, കാരണം അത്രയും അറിയാതെ പോലും വരുന്നവരുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് വരും, അറിഞ്ഞിട്ട് ആ ഒരു എക്സാം എന്താണ്, ഇതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇത് കിട്ടുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ്, അതൊക്കെ നമുക്ക് അറിയെങ്കിൽ മാത്രമേ നമുക്കിതിനെ നല്ല രീതിയിൽ നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ആക്ച്വലി ഒരു വലിയ വെയിറ്റിംഗ് ആയിരുന്നു. January 17th റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ റിസൾട്ട് അന്നൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തു, 17th 18th വെയിറ്റ് ചെയ്തു, പക്ഷേ വന്നില്ല. അങ്ങനെ എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു നോർമൽ ഡേ ആയിരുന്നു. ഞാനന്ന് രാത്രി 12:30 എങ്ങാനും ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ ഫോണിലൊക്കെ കളിച്ച് നോർമൽ ഡേ നമ്മൾ കിടക്കാൻ പോവായിരുന്നു. ഫോൺ വെച്ചതും എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു. ഹിബ മാം, എൻ്റെ മെൻറ്റർ, നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞു റിസൾട്ട് വന്നിട്ടുണ്ടെന്ന്. പിന്നെ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള തന്ത്രപ്പാടായി. കണ്ടിന്യൂസ്ലി റിസൾട്ട് ചെക്ക് ചെയ്ത് റിസൾട്ട് കിട്ടുന്നില്ല, സൈറ്റ് ജാമായിരുന്നു. അങ്ങനെ അന്ന് രാത്രി എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ ഞാൻ ഉറങ്ങാതെ ഇതിൻ്റെ മേലെ തന്നെ സ്പെൻഡ് ചെയ്തു, റിസൾട്ട് കിട്ടുന്നുണ്ടോ നോക്കാൻ. പിന്നെ എനിക്ക് മനസ്സിലായി ഇന്നൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന്. അങ്ങനെ ഞാൻ ഉറങ്ങി, സമാധാനപരമായിട്ട് ഉറങ്ങി. എന്തായാലും വേണ്ടില്ല, നാളെ നോക്കാം എന്നുള്ള രീതിയിൽ സമാധാനപരമായി ഉറങ്ങി. അങ്ങനെ എനിക്ക് തോന്നുന്നു അന്ന് ഞാനൊരു 5 മണിക്ക് എഴുന്നേറ്റുണ്ടാവും. 5 മണി 5:30 ആയപ്പോൾ എഴുന്നേറ്റുണ്ടാവും. ഉറക്കം ഞെട്ടി, റിസൾട്ട് നോക്കി, റിസൾട്ട് കിട്ടിയ സമയത്ത് ക്വാളിഫൈഡ് എന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റക്കായിരുന്നു. എന്താണെന്ന് മനസ്സിലാവാതെ കുറേ നേരം റിസൾട്ട് തന്നെ നോക്കി നിന്ന് ഭയങ്കര സ്റ്റക്കായിരുന്നു. എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം തന്നെ ഞാൻ ഹിബ മാമിന് മെസ്സേജ് ചെയ്തു, മാം ഇത് എൻ്റെ റിസൾട്ടാണിത്, ഇതൊന്ന് നോക്കുമോ എന്ന് പറഞ്ഞു. സംഭവം എനിക്ക് റിസൾട്ടൊക്കെ നോക്കാൻ അറിയാം, പക്ഷേ എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സന്തോഷം കൊണ്ടാട്ടോ, വേറെ ഒന്നുമല്ല. അപ്പം മാം പറഞ്ഞു നെറ്റ് ക്വാളിഫൈ ആയതാണെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞാൻ അമ്മേനോട് പോയി പറഞ്ഞു. അമ്മേനെ എണീപ്പിച്ച് അമ്മേനോട് പറഞ്ഞു, അമ്മ ഞാൻ ക്വാളിഫൈ ആയിട്ടുണ്ട് എന്ന്.
അങ്ങനെ വീട് മൊത്തം അറിഞ്ഞു, ഭയങ്കര സന്തോഷം. ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തു, എല്ലാവരോടും പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഒരുപാട് പേര് കൺഗ്രാജുലേറ്റ് ചെയ്തു, ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ കൺഗ്രാജുലേറ്റ് ചെയ്തു. പിന്നെ എങ്ങനെ പഠിച്ചു, നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ രസമാണ് കേൾക്കാൻ. നമ്മുടെ ജേണിയാണല്ലോ, അത് ഒരാൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ രസമാണ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു ഫാക്ടർ അനീസ് സാറാണ്. ഹീസ് എ ജെം ആക്ച്വലി. എന്താ പറയുക, സാറിൻ്റെ ക്ലാസ്, സാറായിട്ട് ഞാൻ ഡയറക്റ്റ് കോൺടാക്റ്റ് ഒന്നുമില്ല, അതായത് സാറിന് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാനോ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ സാർ എപ്പോഴും എന്താ പറയുക, നമുക്കൊരു സ്ട്രെങ്ത് ആയിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കൺസേണിനെയൊക്കെ വളരെ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേഴ്സണായിരുന്നു. ഭയങ്കര ഒരു ജെന്യുവൻ പേഴ്സണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾക്ക് നെറ്റ് നേടിത്തരിക എന്നുള്ളത് സാറിൻ്റെ കൂടി റെസ്പോൺസിബിലിറ്റി ആയിട്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്തു. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തു. എല്ലാത്തിലുപരി ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നല്ലൊരു പേഴ്സണാണ്. നല്ലൊരു പേഴ്സണ് മാത്രമേ ഇത്രയും വലിയൊരു ക്യൂവിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഫാമിലിയിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എസ്പെഷ്യലി എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും കൂടെ വേണ്ട ഒരുപാട് സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3 മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്നോട് നീ പഠിച്ചോ, നിൻ്റെ അത് കഴിഞ്ഞിട്ട് മതി, തിരക്കില്ല, നിൻ്റെ അത് കഴിഞ്ഞോട്ടെ. ജോലിക്കൊക്കെ കയറാൻ ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമ്പോൾ ഞാനിങ്ങനെ വേണ്ടാന്ന് പറയുമ്പോഴും എനിക്ക് ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. അയ്യോ, എൻ്റെ ഹെൽപ്പും കൂടി വേണ്ട ഒരു ടൈമല്ലേ, ഞാനിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ. അമ്മ ഭയങ്കര സപ്പോർട്ടായതുകൊണ്ട് തന്നെ ഞാനും കുറച്ചുകൂടി ഹാപ്പിയായി. പിന്നെ കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആവാൻ പറ്റി. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് എൻ്റെ ഫാമിലീനെ പ്രൗഡാക്കുക എന്നുള്ളത്. അതെനിക്ക് സാധിച്ചു. ഏറ്റവും ഉപരി ആ ഒരു കാര്യത്തിൽ എനിക്ക് ജയിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നെറ്റ് കിട്ടിയില്ലേ, നിനക്കിനി എന്ത് നോക്കാനാണ്, നീ സെറ്റിലായില്ലേ എന്നൊക്കെ. പക്ഷേ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇതെന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമാണ്. എനിക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. സോ ഞാൻ എൻ്റെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് JRF ആണ്. JRF നേടുക, അതോടൊപ്പം PhD, പിന്നെ അതിന് മുന്നോട്ട് PhD ചെയ്യാനാണ് എൻ്റെ താല്പര്യം. അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും, എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും. ഈ ഒരു ഡിസംബർ എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാട്ടവർ അതൊക്കെ ഞാൻ റെക്ടിഫൈ ചെയ്തിട്ട് അടുത്ത ജൂൺ എക്സാമിന് ഞാൻ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യും, JRF അച്ചീവ് ചെയ്യും. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് നെറ്റിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നെറ്റ് അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മുടെ ജേണി അവിടെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. എൻ്റെ JRFലേക്കുള്ള ജേണി ഞാൻ ഐഫോൺ തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. സോ ഇനി നെറ്റിന് വേണ്ടി അല്ലെങ്കിൽ നെറ്റ് JRFന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.